തിരുവേഗപ്പുറയിൽ പുലിഭീതി വിട്ടൊഴിയുന്നു. പ്രദേശത്ത് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകളിൽ പോലീസ് സാന്നിധ്യം കാണാനായില്ല. ക്യാമറയിലെ ദൃശ്യങ്ങൾ വിശദമായി ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. പുലിയെ കണ്ടുവെന്ന അഭ്യൂഹത്തെ തുടർന്ന് തിരുവേഗപ്പുറ പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിൽ വനം വകുപ്പ് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകളിൽ അസാധാരണമായൊന്നും കണ്ടെത്താനായില്ല. എങ്കിലും ഏതാനും ദിവസങ്ങൾ കൂടി ക്യാമറകളുടെ പ്രവർത്തനം പ്രദേശത്ത് തുടരാൻ തന്നെയാണ് തീരുമാനം. പഞ്ചായത്തിലെ കൈപ്പുറം, നെടുങ്ങോട്ടൂർ പ്രദേശങ്ങളിൽ പുലിയെ കണ്ടുവെന്നുള്ള അഭ്യൂഹങ്ങൾ പരന്നു. പുലിയെ കണ്ടുവെന്ന് പറയുന്നവർ ഇക്കാര്യം ഉറപ്പിച്ചു പറഞ്ഞതോടെ വനം വകുപ്പ് വിശദമായ പരിശോധനയുമായി എത്തി. എന്നാൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായില്ല. തുടർന്നാണ് പ്രദേശത്തെ 3 ഇടങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി ക്യാമറകൾ പരിശോധിച്ചു. ക്യാമറകളിലും പോലീസ് സാന്നിധ്യം കാണാനായില്ല. തെരുവ് നായ്ക്കൂട്ടം, കുരങ്ങന്മാർ ഉൾപ്പെടെയുള്ളവയാണ് ക്യാമറകളിൽ പതിച്ചത്. രാത്രിയിൽ അസാധാരണമായ ശബ്ദം കേൾക്കുന്നതായും പരാതിയുണ്ടായിരുന്നു. ഇതിന്റെ ശബ്ദം ശേഖരിച്ച് വിശദമായ പരിശോധന നടത്തി. ശബ്ദം പുലിയുടേതല്ലെന്നും സ്ഥിരീകരിച്ചു. വനം വകുപ്പ് പട്ടാമ്പി സെഷൻ ഓഫീസർ പി സജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചത്. ഏതാനും ദിവസങ്ങൾ കൂടി നിരീക്ഷണ ക്യാമറകൾ പ്രദേശത്ത് നിലനിർത്തിയുള്ള നിരീക്ഷണം തുടരും. രാത്രികാല പെട്രോളിംഗും നടത്തും. പഞ്ചായത്ത് പ്രസിഡന്റ് കെ അസീസ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ റഷീദ്, മറ്റ് ജനപ്രതിനിധികളും സ്ഥലത്തെത്തിയിരുന്നു. ഈ ജനങ്ങളുടെ ആശങ്ക മാത്രമാണ് ഉണ്ടെങ്കിൽ മാത്രം അതിനകത്തുനിന്ന് എന്തെങ്കിലും ഒരു പിക്ചർ കിട്ടിയാൽ നമുക്ക് നടപടി എടുക്കാമെന്നുള്ളത് കൊണ്ടാണ്. അല്ലാതെ പുലി ഉണ്ടെങ്കിൽ മാത്രമല്ല നമ്മൾ ക്യാമറ വെക്കുന്നത്. ഇന്ന് നിലവിൽ ക്യാമറ നമ്മൾ കൊണ്ട് വെച്ചിപ്പോൾ നിലവിൽ ആ ക്യാമറകളെല്ലാം തന്നെ രണ്ട് ക്യാമറയും പരിശോധിച്ചിട്ടാണ് നമ്മൾ നിലവിൽ വരുന്നത്. ഗ്രൗണ്ടിൽ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ഗ്രൗണ്ടിലുള്ള വെച്ച ഒരു ക്യാമറയ്ക്ക് കാര്യം ഈ കാടിൻ്റെ കിടക്കുന്ന എനിക്ക് 6 ഏക്കറോളം വരുന്നു അല്ലേ? ഈ 6 ഏക്കറോളം വരുന്ന കാടിൻ്റെ പാസേജ് എന്ന് പറയുന്നത് ആ ഗ്രൗണ്ടാണ്. ഇനി അത് ഏതൊരു വന്യജീവി ആയാലും അല്ലെങ്കിൽ ഒരു പശുവിനകത്ത് കയറിയാലും തിരിച്ചിറങ്ങുന്നത് ആ ഗ്രൗണ്ടിൽ കൂടെ പോകാൻ പറ്റത്തുള്ളൂ. ഒരു പട്ടിയായാൽ പോലും. അന്നേരം അതുകൊണ്ടാണ് നമ്മൾ അവിടെ സ്ഥാപിച്ചത്. അതിനകത്ത് ഏകദേശം കുറേ പട്ടികളും പിന്നെ രാത്രി അങ്ങോട്ട് കണ്ടു വണ്ടി പോകുന്നുണ്ട്, ബൈക്ക് പോകുന്നുണ്ട്, പിന്നെ ഒന്ന് ഉച്ചയ്ക്ക് കഴിഞ്ഞ ശേഷം വൈകിട്ട് പോകുന്ന കാറ് പോകുന്നുണ്ട്. അങ്ങനെ കുറേ മനുഷ്യരും കുറേ പട്ടിയും ഒക്കെ അല്ലാതെ വേറെ ഒന്നും അതിനകത്ത് നിലവിൽ ഇന്ന് വരെ നമ്മളിപ്പോൾ നോക്കിയ പ്രസിഡന്റ് ഇവിടുത്തെ നാട്ടുകാരെ സാന്നിധ്യത്തിൽ നമ്മൾ നോക്കിയത് അതിനകത്തൊന്നും പറഞ്ഞിട്ടില്ല. ഇതിൽ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഈ ഒരു മയിലാടി വെച്ച ഒരു ക്യാമറയാണ്. അതിനകത്ത് നോക്കുക, അതിനകത്ത് നിലവിൽ ഒന്നും ഫുൾ എം ടി ആണ്. അത് നമ്മൾ നിലവിൽ അതൊരു സാധ്യതയുള്ള മേഖലയാണ്. കാരണം നമ്മളെ കോരയുടെ വെള്ളവും മറ്റു കാര്യങ്ങളുള്ളതുകൊണ്ട് എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ അവിടെ വെള്ളം കുടിക്കാനൊക്കെ ഈ നിലവിൽ ഈ ഒരു ജീവി ഉണ്ടെങ്കിൽ അത് വരും. നിലവിൽ ആ ഭാഗം മൊത്തവും അതും എം ടി ആയിട്ട അവസ്ഥയാണ്. നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു കാര്യവും നിലവിലില്ല. പിന്നെ ഇതിനകത്ത് ന്യൂസുകളിലൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്നുള്ളതാണ് നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒന്ന് നടന്ന യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി മാത്രം നമ്മൾ ന്യൂസുകൾ വെളിവിടുക എന്നുള്ളതാണ്. അതിപ്പം ചില ആളുകൾ ഇതൊരു തമാശയായിട്ട് എടുത്തിട്ടാണ് ന്യൂസുകൾ പരത്തുന്നത്. കണ്ടവരൊക്കെ ഞാൻ പറഞ്ഞില്ല, ന്യൂസുകൾ വിട്ടവരുടെ കാര്യം ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അവിടെ പറ്റില്ല, അതിനാണല്ലോ ഞങ്ങളിവിടെ വന്നത്. ഇല്ല, ഇങ്ങോട്ടുണ്ട് കുറച്ച് ദിവസമല്ല. പിന്നെന്താ ശബ്ദം കേട്ട്? ഏതാ ശബ്ദം അങ്ങനെ അതായത് ആൾക്കാരാണ് ഞങ്ങൾ. എന്റെ വീട് ഇവിടെ തന്നെ, എന്റെ വീടിന്റെ നേരെ ബാക്കിലാണ്. ഞങ്ങള് എല്ലാ ശബ്ദവും ഞങ്ങൾക്ക് അറിയാം. പക്ഷെ ഇത് ഞങ്ങള് ഭയങ്കരമായിട്ട് ഞങ്ങള് പേടിച്ചു. അങ്ങനെ അബ്ബാസ് വന്ന് അത് സാധനം ഉള്ളതാണെന്ന് പറയുകയും ചെയ്തു. അബ്ബാസ് ആ രാത്രി വന്നാൽ ഞങ്ങൾക്ക് നല്ലൊരു തന്നെ എന്നും അബ്ബാസ് ഞങ്ങളെ കൂടെ അബ്ബാസ് കണ്ട് നമ്മൾ ഒരിക്കലും തള്ളിക്കളയുന്നില്ല. ഞാൻ പറയും, നമുക്ക് ഒരിക്കലും ഒരു 70 മീറ്റർ അല്ലെങ്കിൽ ഒരു 50 മീറ്റർ ഇപ്പുറത്തോട്ട് ക്രോസ് ചെയ്ത് പോയാൽ കാട്ടുപൂച്ചയാണോ പുലിയാണോ ഒരിക്കലും എനിക്ക് പോലും പറയാൻ പറ്റും. ഞാൻ കുറേ പുലിയെ കണ്ടു. ഞാൻ 20 വർഷം സർവീസായി. ഇതിനിടയ്ക്ക് നെല്ലിയാമ്പതി എന്ന് പറഞ്ഞ പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ പുലിയുള്ളത്. നെല്ലിയാമ്പതിയിലുള്ള സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ പുലിയുള്ളത്. ഈ 70 മീറ്റർ ചുറ്റളവ് ഇങ്ങനെ എനിക്ക് പോലും അതെന്തോന്ന് പറയാൻ പറ്റത്തില്ല. 50 മീറ്റർ 70 മീറ്ററിൽ അബ്ബാസ് കണ്ടതാണ് പറയുന്നത്. നമ്മൾ അബ്ബാസിനെ ഒരിക്കലും ആവശ്വസിക്കുന്നില്ല. അബ്ബാസ് പറയുന്നതിന് പിന്നെ മറ്റു നമ്മൾ ഒരിക്കലും ആവശ്വസിക്കുന്നില്ല. ആവശ്വസിക്കേണ്ട കാര്യമില്ല. അവർക്ക് കുറച്ച് നേട്ടത്തിനൊന്നും അല്ല അവർ പറഞ്ഞത്. പക്ഷെ ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് ഒരു സംശയം അവർ പറഞ്ഞു. ഞങ്ങൾ കണ്ടതായിട്ട് അവർ പറഞ്ഞു. അപ്പോൾ അവരവിശ്വസിച്ചാൽ നമ്മൾ സാധനം കൊണ്ടുവെക്കത്തില്ല ക്യാമറ. അവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അത് വ്യക്തമാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ക്യാമറ കൊണ്ടുവെച്ചത്. നിലവിൽ ഞാൻ കാണിച്ചതുണ്ട്. കാട്ടുപൂച്ച ഏകദേശം
അതിന്റെ അവസാന വളർച്ച എത്തിയ ചെറിയ കുട്ടിപ്പുല്ലിന് അത്രേ കാണും. പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുക്കാസ് ടവർ, റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി.